കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഫിഫ പ്രസിഡന്റ് ജാനി ഇൻഫാന്റിനോയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വലിയ ചർച്ചയായിരുന്നു. ആദ്യമായി ഒരു സമാധാന പുരസ്കാരം ഉണ്ടാക്കി അത് ട്രംപിന് നൽകുന്നു. ലോകകപ്പിനിടെ അമേരിക്കയുടെ താരത്തിന് ലഭിച്ച റെഡ് കാർഡ് ട്രംപിന്റെ ആവശ്യപ്രകാരം പിൻവലിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ട് വിവാദമായിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു ഗൗരവതരമായ വിവാദം കൂടി രൂപപ്പെട്ടിരിക്കുന്നു. അത് പക്ഷേ ഫിഫ എന്ന ആഗോള ഫുട്ബോൾ അസോസിയേഷനെ ആകെ ബാധിക്കുന്ന ഒന്നാണ് എന്നതാണ് ശ്രദ്ധേയം. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറിന്റെ സഹോദരൻ ജോഷുവ കുഷ്ണർ നയിക്കുന്ന ഒരു സ്ഥാപനത്തിന് ഫിഫ ലോകകപ്പിന്റെ ഒരു ഓഹരി വിൽക്കാനുള്ള നീക്കത്തിലാണ് ഇൻഫാന്റിനോ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഫിഫ 211 ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് ഫിഫ ലോകകപ്പും മറ്റ് അന്താരാഷ്ട്ര ടൂർണമെന്റുകളും സംഘടിപ്പിക്കുകയും അതിന്റെ വരുമാനം കൈപ്പറ്റുകയും ചെയ്യുന്നത്. ഈ ടൂർണമെന്റുകൾക്ക് പിന്നാലെ ബിസിനസ്സുകളെല്ലാം നിയന്ത്രിച്ചിരിക്കുന്നത് ഫിഫ നേരിട്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇപ്പോഴൊരു മാറ്റത്തിന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഫിഫ പ്രസിഡന്റ് ജാനി ഇൻഫാന്റിനോ. അദ്ദേഹത്തിന്റെ പദ്ധതി പ്രകാരം ഫിഫയ്ക്ക് കീഴിൽ ഒരു ഉപസ്ഥാപനം രൂപീകരിക്കും. ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് അഥവാ FFA എന്നാണ് അതിന് പേര് നൽകിയിരിക്കുന്നത്. ഈ ഉപസ്ഥാപനമാകും ഫിഫ ടൂർണമെന്റുകളുടെ സംപ്രേഷണാവകാശം, സ്പോൺസർഷിപ്പുകൾ, ടിക്കറ്റ് വിൽപ്പന, ലൈസൻസിംഗ് എന്നിവ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുക. ഇതിലേറ്റവും വിവാദമായിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് അതിന്റെ 21% വരെ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാമെന്ന പദ്ധതിയിലെ നിർദ്ദേശമാണ്. അതുവഴി ഏകദേശം 36,000 കോടി രൂപ അധികമായി സമാഹരിക്കാമെന്നാണ് ഇൻഫാന്റിനോ വാദിക്കുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറിന്റെ സഹോദരൻ ജോഷുവ കുഷ്ണറും അദ്ദേഹത്തിന്റെ നിക്ഷേപ സ്ഥാപനമായ ത്രൈവ് എറ്റേണലും രംഗപ്രവേശനം ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞ FFA എന്ന ഉപസ്ഥാപനത്തിന്റെ ഓഹരി വാങ്ങാൻ സാധ്യതയുള്ളവരിൽ മുന്നിൽ നിൽക്കുന്നത് ജോഷുവ കുഷ്ണറും അദ്ദേഹത്തിന്റെ സ്ഥാപനവുമാണ്. ഇൻഫാന്റിനോയും ട്രംപുമായുള്ള ദീർഘകാല കൂട്ടുകെട്ട് വലിയ ചർച്ചയായിരിക്കെ രൂപപ്പെട്ടു വന്ന ഈ പദ്ധതിയും അതിന്റെ ഗുണഭോക്താവാകാൻ പോകുന്നയാളുടെ പശ്ചാത്തലവുമെല്ലാം അതിനാൽ തന്നെ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. അതേസമയം ഓഹരി വിറ്റ് ലഭിക്കുന്ന പണം ആഗോളതലത്തിൽ ഫുട്ബോളിന് ഗുണം ചെയ്യുമെന്നാണ് ഇൻഫാന്റിനോ വാദിക്കുന്നത്. പണം 211 അംഗ അസോസിയേഷനുകൾക്കായി വിതരണം ചെയ്യുമെന്നും ഓരോ ദേശീയ അസോസിയേഷനും പുതിയ പദ്ധതിക്ക് കീഴിൽ ഏകദേശം 175 കോടി രൂപ ലഭിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല ചെറിയ ഫുട്ബോൾ രാജ്യങ്ങൾക്കും ആ ധനസഹായം വലിയ സഹായമായേക്കാമെന്നും വാദിക്കുന്നവരുണ്ട്. അതിനാൽ തന്നെ ഈ നിർദ്ദേശത്തിന് വിശാലമായ പിന്തുണ ലഭിക്കുമെന്നും വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു. എന്നാൽ കോണ്ടിനെന്റൽ ഫുട്ബോൾ അസോസിയേഷനുകൾ ഇൻഫാന്റിനോയുടെ നിർദ്ദേശത്തോട് ഒട്ടും അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത്. ഫുട്ബോളിനെ ഒരു ആഗോള പൊതുസ്ഥാപനമായി കണക്കാക്കുന്നതിന് പകരം ഒരു ബിസിനസ് ആസ്തിയായി കണക്കാക്കാൻ ഫിഫ ശ്രമിക്കുന്നു എന്നാണ് UEFA ആരോപിക്കുന്നത്. ഫുട്ബോളിന്റെ ആത്മാവും ഭരണവും വ്യാപാരത്തിനുള്ളതല്ല എന്നാണ് അവർ വാദിക്കുന്നത്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും കോൺകഗാഫും ഒക്കെ ഫിഫയെ വിമർശിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഇത്തരമൊരു സുപ്രധാന തീരുമാനം എടുക്കും മുൻപ് തങ്ങളോട് കൂടിയാലോചിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. ഫിഫയിലെ സ്വകാര്യവൽക്കരണത്തിന്റെ തുടക്കവും ലോകകപ്പ് ബിസിനസ്സിൽ സ്വകാര്യ നിക്ഷേപകരുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ഏറെ ആശങ്കയോടെയാണ് വിമർശകർ നോക്കിക്കാണുന്നത്. ഇൻഫാന്റിനോയുടെ പദ്ധതി അംഗീകരിക്കപ്പെട്ടില്ലെങ്കിലും ഒരു വലിയ ചർച്ചയ്ക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക വിനോദം നിയന്ത്രിക്കേണ്ടത് ആരാണ് അതിന്റെ ലാഭം കൊയ്യേണ്ടത്? ഈ ചോദ്യങ്ങളാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്.